ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3-ലെ പോസിബിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. മൊഡ്യൂൾ 3-ൽ പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് 1 ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ്, 2 ടോർഷൻ, 3 തിൻ സിലിണ്ടറിന്റെ സർക്കംഫറൻഷ്യൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നിവയാണ്. സോ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഡിഫൈൻ സർക്കംഫറൻഷ്യൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഒരു സിലിണ്ടറിക്കൽ വെസലിൽ ഇന്റേണൽ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ അതിൽ 2 തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും മറ്റേത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ തന്നെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ പ്രഷർ ഈ സിലിണ്ടറിന്റെ വാൾസിന്റെ എൻഡിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ആ പ്രഷർ കൊണ്ട് ഈ സിലിണ്ടർ രണ്ടായിട്ട് ലെങ്ത് വൈസിൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ when a cylindrical shell is subjected to an internal pressure, stress developed along the circumferential direction is called circumferential or the hoop stress, and stress developed along the longitudinal direction due to internal pressure acting on the ends of the cylinder is called longitudinal stresses. Second is define the section modulus. Section modulus is defined as the ratio of moment of inertia to the distance between the center of gravity of the section and the extreme fiber of stress. It is noted as Z is equal to I divided by Y max. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ ന്യൂട്രൽ ആക്സിസിൽ നിന്നും അതിന്റെ എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിന്റെ റേഷ്യോയാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ന്യൂട്രൽ ലെയർ ഓഫ് എ സെക്ഷൻ. ഇറ്റ്സ് എ ലെയർ വിച്ച് ഇസ് നെയ്തർ സബ്ജക്റ്റഡ് ടു കംപ്രഷൻ നോർ ടെൻഷൻ. കംപ്രഷനും അല്ലെങ്കിൽ ടെൻഷനും ഉണ്ടാവാത്ത ഒരു ബീമിന്റെ സെക്ഷനെയാണ് അല്ലെങ്കിൽ ഒരു ലെയറിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഓർ ന്യൂട്രൽ ലെയർ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ്. ഒരു ബീമിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആൻഡ് യൂണിഫോംലി വേരിയിങ് ലോഡ്. നെക്സ്റ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ് ആർ simply supported beam, cantilever beam, continuous beam, fixed beam. You can also consider the overhanging beam. Next is bending moment and shear force. So bending moment is defined as the algebraic sum of moment either left or right of a section. ഒരു ബീമിന്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള ആൽജിബ്രായിക് സം ഓഫ് മൊമെന്റിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബീമിന്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷന്റെ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിലുള്ള ആൽജിബ്രായിക് സം ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്നും പറയുന്നത്. ഷിയർ ഫോഴ്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ആൽജിബ്രായിക് സം ഓഫ് ഫോഴ്സസ് either left or right of a section of the beam. Part B question നോക്കാം. Draw shear force diagram and bending moment diagram of a cantilever beam of length L and carrying a point load of W at the free end. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു കാന്റിലിവർ ബീമാണ്. കാന്റിലിവർ ബീമിന്റെ എൻഡിലായിട്ട് ഒരു W കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും വരയ്ക്കാനാണ്. നമുക്കറിയാം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആൽജിബ്രായിക് സം ഓഫ് ഫോഴ്സ് ഓർ either ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എ സെക്ഷൻ. നമ്മളൊരു സെക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷന്റെ റൈറ്റിൽ നമുക്ക് ഈ ഒരു ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ലെങ്ത്തിൽ എവിടെ കൺസിഡർ ചെയ്താലും ആ W മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് W ഇറ്റ്സെൽഫ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ആൽജിബ്രായിക് സം ഓഫ് മൊമെന്റ് either ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എ സെക്ഷൻ. നമ്മളൊരു സെക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷൻ ഇവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ W ഇൻറ്റു എക്സ് ആണ് ജനറൽ ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷൻ. സോ ഇതൊരു ലീനിയർ വേരിയേഷൻ ആണ്. ലീനിയർ വേരിയേഷൻ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ മൊമെന്റ് വാല്യൂ 0 ആയിരിക്കും. എക്സിന്റെ വാല്യൂ L ആയിരിക്കുമ്പോൾ മൊമെന്റിന്റെ വാല്യൂ W ഇൻറ്റു L ആയിരിക്കും. സോ നിങ്ങളുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ആയിരിക്കും. അതിന്റെ വാല്യൂ 0 അറ്റ് one end and WL at the other end. ടോർഷന്റെ അസംഷൻസ് എന്ന് പറയുന്നത് പാർട്ട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സിമ്പിൾ പോയിന്റ് ആണ്. ദ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. The twist along the shaft is uniform. The circular section remains circular after loading, and the cross section of the shaft which are plane before twist remain plane after twist. The Hooke's law is applicable with the shear stress being proportional to the shearing strain. ഏതെങ്കിലും ഒരു 4 എണ്ണം നിങ്ങൾ എഴുതുക. ഈ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലോ അല്ലെങ്കിൽ പാർട്ട് സിയിലോ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഷാഫ്റ്റ് ഹാസ് ടു ട്രാൻസ്മിറ്റ് എ പവർ ഓഫ് 105 kilowatt at 160 rpm if the shear stress is not to exceed 65 Newton per mm square and the twist in a length of 3.5 meter must not exceed 1 degree
find the suitable diameter, take C equal to 8 into 10 raised to 4 Newton per mm square. So നമ്മൾ ഡേറ്റാസ് ആദ്യം ലിസ്റ്റ് ചെയ്യുന്നു. A shaft has to transmit a power of, this is power, P is equal to 105 kilowatt, and at 160 rpm. rpm, it is the rotations per minute. Capital N is 160 rpm. If the shear stress is not to exceed, it is a value of the shear stress Q 65 Newton per mm square, and a twist in a length of 3.5 meter. L is the length of the specimen, and twist should not exceed 1 degree. Find a suitable diameter. Take a rigidity modulus C as 8 into 10 raised to 4 Newton per mm square. So here we need to find the diameter of the section for both the conditions. We have two conditions. First is shear consideration, and next is twist consideration. So first, if we take the shear consideration, we have the equation T by J equal to Q by R. Here T is the torque and J is the polar moment of inertia. Qs is the shear stress and R is the radius of the shaft. This equation is used to find the diameter of the shaft based upon the shear stress consideration. So before that, we have to find the torque. So for that, we use the equation P is equal to 2 pi nt by 60. So ഇതിനകത്ത് പവർ എന്ന് പറയുന്നത് 105 കിലോവാട്ട് എന്ന് വന്നിട്ടുണ്ട്. 105 into 10 raised to 3 watt equal to 2 pi n എന്ന് പറയുന്നത് 160 rpm എന്ന് വന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു into t divided by 60. ഈ ഇക്വേഷനിൽ നമ്മൾ ടോർക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ടോർക്കിന്റെ വാല്യൂ ന്യൂട്ടൺ മീറ്റർ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അതിൽ നിന്നും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ക്യു എസ് ബൈ ആർ എന്ന് പറയുന്ന എക്സ്പ്രഷനകത്ത് നിന്നും നമുക്കിപ്പോൾ ടി അറിയാം, ജെ എന്ന് പറയുന്ന പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഫോർ എ സർക്കുലർ സെക്ഷൻ ഇറ്റ് ഇസ് വാല്യൂ ഈസ് 5 d raised to 4 by 32 ആണ്. ഓക്കെ, അതും അറിയാം. ഇനി ക്യു എസ് നമുക്കറിയാം, തന്നിട്ടുണ്ട് 65 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ആൻഡ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ നമുക്ക് എഴുതാം. ഈ ഇക്വേഷൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. സോ ആ എക്സ്പ്രഷനിനകത്ത് നിന്നും നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡയമീറ്റർ 78.89 mm എന്ന് കിട്ടുന്നതാണ്. നെക്സ്റ്റ് സെക്കൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ട്വിസ്റ്റ് കൺസിഡറേഷൻ ആണ്. ട്വിസ്റ്റ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന എക്സ്പ്രഷൻ ടി ബൈ ജെ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. സോ അതിൽ നിന്നും ടി ബൈ ജെ നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ ജെ ഇൻ ടേംസ് ഓഫ് ഡി അറിയാം. ആൻഡ് സി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. തീറ്റ ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ degree. So we need to convert this degree into radian. 1 degree is pi by 180 radian, and L is the length of the specimen in millimeters. So 3500 mm. So അങ്ങനെയാണെങ്കിൽ നമുക്ക് diameter of the specimen എന്ന് പറയുന്നത് 112.5 mm എന്നും ഇതിനകത്ത് കിട്ടുന്നതാണ്. സോ ഈ രണ്ട് പോസിബിലിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ ഡയമീറ്റർ ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഡയമീറ്റർ 78.89 ആയിരിക്കും നമ്മൾ ഒരു സൂട്ടബിൾ ഡയമീറ്റർ ആയിട്ട് assume ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിലിണ്ടർ എയർ റിസീവർ ഫോർ എ കംപ്രസർ ഈസ് 2 meter in internal diameter and made of plates 12 mm thick. If the hoop stress is not to exceed 90 Newton per mm square and longitudinal stress is not to exceed 60 Newton per mm square, find the maximum safe air pressure. So let us air compressor have a 2 meter internal diameter. So it is a tube having internal diameter as 2 meter or 2000 mm. Thickness of the plate is 12 mm, and if the hoop stress is not to exceed, hoop stress or circumferential stress, it is 90 Newton per mm square, and longitudinal stress not to exceed 60 Newton per mm square, that is sigma L equal to 60 Newton per mm square. Find the maximum safe air pressure we need to find. Okay, so we have given hoop stress as 90 Newton per mm square and longitudinal stress is as 60 Newton per mm square. We also know the expression for finding hoop stress and longitudinal stress, that is PD by 2T and PD by 4T respectively. So in the first equation we will find the internal air pressure using the equation of hoop stress. Substituting the value, we get the internal pressure as 1.08 Newton per mm square, and in the second expression we have PD by 4T equal to sigma L, and we again find the value of internal pressure, that is 1.44. Out of the two values, the minimum value is adopted as the safe air pressure inside the cylinder. Next question, a 900 mm diameter pipe contains a fluid of pressure 25 Newton per mm square and stress in tension is 100 Newton per mm square. Find the minimum thickness of the pipe and also calculate the longitudinal stresses.
Diameter of the pipe is 900 mm, that is internal diameter. Okay, and internal pressure is 25 Newton per mm square, and stress in tension, that is hoop stress. Hoop stress is 100 Newton per mm square. Find the thickness of the pipe and also calculate the longitudinal stress. Hoop stress in the expression എന്ന് പറയുന്നത് sigma c equal to PD by 2T ആണ്. ഇതിൽ നിന്ന് നമുക്കറിയാം hoop stress ന്റെ വാല്യൂ 100 Newton per mm square ആണ്. അത് equal to internal pressure ന്റെ വാല്യൂ 25 into diameter is 900 divided by 2T. ഇതിൽ നിന്ന് നമ്മൾ തിക്നെസ് കണ്ടുപിടിക്കുന്നു. തിക്നെസ് ഈസ് ഈക്വൽ ടു 112.5 mm എന്ന് കിട്ടുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് PD by 40 ആണ്. ഓക്കെ, സോ അതിനകത്ത് P എന്ന് പറയുന്നത് ഓൾറെഡി അറിയാം, ഡയമീറ്റർ, ഇന്റേണൽ ഡയമീറ്റർ ആൻഡ് 4 into thickness of the specimen we have already found. We get 50 Newton per mm square as the longitudinal stress. ഇനി നമുക്ക് പാർട്ട് സിയിലെ ഒരു ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സിന്റെ പ്രോബ്ലം നോക്കാം. A simply supported beam AB of 6 meter, it carries a uniformly distributed load of 4 kN per meter over the length of 1.5 meter from the left end and 2 kN per meter over the length of 3 meter from the right end. Also, it carries a point load of 5 kN at a distance 1.5 meter from the right end. Draw the shear force diagram and bending moment diagram. So, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന്റെ ഒരു ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. A simply supported beam AB is having a span 6 meter and it carries a uniformly distributed load of 4 kN over a length of 1.5 meter from the left support. ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും 1.5 മീറ്റർ വരെ ഇതിലൊരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4 kN per meter ആണ്. Okay, and 2 kN per meter over a length of 3 meter from the right end. Right സപ്പോർട്ടിൽ നിന്നും 3 മീറ്റർ ഡിസ്റ്റൻസിൽ 3 മീറ്ററിൽ നമുക്കൊരു UDL ഉണ്ട്. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 2 kN per meter ആയിരിക്കും. It also carries a point load of 5 kN at a distance 1.5 meter from the right end. Right endൽ നിന്നും 1.5 മീറ്ററിൽ നമുക്കൊരു പോയിന്റ് ലോഡ് ഉണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 kN ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോഡിംഗ് കണ്ടീഷനുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് റിയാക്ഷൻസ് അറ്റ് RA ആൻഡ് RB കണ്ടുപിടിക്കുകയാണ്. സോ അതിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻസ് RA plus RB equal to 4 into 1.5 meter plus this 2 kN per meter into 3 meter, that is 2 into 3 plus 5 kN. That is total RA plus RB equal to 17 kN കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൊമെന്റ് അബൌട്ട് A equal to 0 കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സോ അത് ചെയ്യുമ്പോൾ RB into 6 equal to 4 into 1.5, അതിന്റെ ഇക്വലന്റ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ സെന്ററിലായിരിക്കും. അത് അറ്റ് എ ഡിസ്റ്റൻസ് 0.75 ആയിരിക്കും, 1.5ന്റെ പകുതിയിൽ. സോ അതാണ് ഫസ്റ്റ് വാല്യൂ 4 into 1.5 which is acting at 1.5 by 2. നെക്സ്റ്റ് അഗെയിൻ 1 UDL 2 kN into 3 meters. അതിന്റെ ഡിസ്റ്റൻസ് എയിൽ നിന്ന് 4.5 മീറ്റർ ആയിരിക്കും. സോ 2 into 3 which is acting at 4.5 meters. And the third one is 5 kN acting at a distance 4.5 meter. So we get RB is equal to 9 kN and RA equal to 8 kN from the two equations. നമ്മൾ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറെന്റ് പോയിന്റ്സിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ് A എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ റിയാക്ഷൻ തന്നെയായിരിക്കും. നമ്മൾ ആ ഡയറക്ഷൻ എടുക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും എടുക്കുന്നത്. സോ പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് RA ആയിരിക്കും A എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ്. ആ വാല്യൂ എന്ന് പറയുന്നത് +8 kN ആയിരിക്കും. നെക്സ്റ്റ് സിയിലോട്ട് വരുന്നു. സിയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഒപ്പോസ് ചെയ്ത് ഇവിടെ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. സോ 8 upward ആക്ട് ചെയ്യുന്നുണ്ട്, അത് പോസിറ്റീവ് ആണ്. 8 minus 4 into 1.5 which is equal to +2 kN. അതാണ് ഇവിടുത്തെ ഷിയർ ഫോഴ്സ്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് നമ്മൾ ഡിയിലോട്ട് വരുന്നു. സോ ഡി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഉണ്ടാവില്ല, കാരണം ഈ ഒരു വാല്യൂ തന്നെ ആയിരിക്കും. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ RA ആക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ, അതുപോലെ തന്നെ ഈ ഒരു UDLനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, വേറെ അല്ലാതെ ഫോഴ്സുകളൊന്നും ഇല്ല. സോ ഡി എന്ന് പറഞ്ഞ പോയിന്റിലും +2 kN തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഇയിലോട്ട് വരുന്നു. പോയിന്റ് ഇയിലോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സോ +2 minus 2 into 1.5 ഡ്യൂ ടു ദിസ് UDL അപ് ടു ദിസ് പോയിന്റ്.
സോ അപ് ടു ഇവിടെ വരെയുള്ള നമ്മൾ കൗണ്ട് ചെയ്യുക. ആ വാല്യൂ നമുക്കറിയാം -1 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്യണം. സോ അപ് ടു ഹിയർ വരെ -1 ആണ്. ആ -1 ഒരു -5 വരും. നമുക്കറിയാം ഇ എന്ന് പറയുന്ന പോയിന്റ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഈ ഒരു പോയിന്റ് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു 5 കിലോന്യൂട്ടൺ ലോഡൂടെ വരും. അതുകൊണ്ട് നമ്മൾ ഇതിനെ എഫ് ഇ ഡാഷ് എന്നൂടെ എടുക്കുന്നു. എഫ് ഇ ഡാഷിൽ എന്ന് പറഞ്ഞ വാല്യൂ -1 -5 ആയിരിക്കും. സോ ടോട്ടൽ -6 കിലോന്യൂട്ടൺ ആയിരിക്കും അവിടെ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് ബിയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇത്രയും ഫോഴ്സിന്റെ ആൾജിബ്രായിക് സം എടുക്കണം. സോ ആ വാല്യൂ എന്ന് പറയുന്നത് -6 - 2 × 1.5 -9 കിലോന്യൂട്ടൺ എന്നും കിട്ടും. ഇനി നമുക്കിത് എങ്ങനെ വരയ്ക്കാം നോക്കാം. സോ ആദ്യം ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ വാല്യൂ 8 ആണ്. അടുത്ത പോയിന്റിൽ 2 ആണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് 2 തന്നെ വരും. നെക്സ്റ്റ് ഇ എന്ന് പറയുന്ന പോയിന്റ് എത്തിയപ്പോൾ -1 ആണ്. ഇനി ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ -6 ആയിട്ട് വന്നു. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഇത് -9 ആണ് വാല്യൂ. ഇനി നമുക്കറിയാം ഈ ഒരു യു ഡി എൽ വരുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ലീനിയർ വേരിയേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഫോഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വരും. വീണ്ടും യു ഡി എൽ വരുമ്പോൾ അഗെയിൻ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡിഫറെന്റ് പോയിന്റ്സിൽ കണ്ടുപിടിക്കുന്നു. സോ ആദ്യം നമുക്കറിയാം എം എ എന്ന് പറഞ്ഞ പോയിന്റിലും എം ബി എന്ന് പറയുന്ന പോയിന്റിലും സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ അവിടെ മൊമെന്റ് 0 ആയിരിക്കും. സോ രണ്ട് എൻഡ് പോയിന്റിൽ 0 ആയിരിക്കും. സി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. 6 × 1.5 മീറ്റർ -4 × 1.5 മീറ്റർ × 1.5/2. സി പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 8 × 1.5 is the moment of this RA about C. -4 × 1.5 is the equivalent point load of this UDL, which is acting at a distance 7.5 from the C. 7.5 kilonewton meter എന്ന് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് ഡി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ മൊമെന്റ് എടുക്കുന്നു. സോ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തൊക്കെയാണ്? 6 × this distance, 6 × 3 meters, that is 8 × 3 -4 × 1.5 meter, which is an equivalent point load acting at the center, and the distance of the equivalent point load from the point D is 0.75 plus 1.5 meter. So നമുക്കത് ഇവിടെ സം ചെയ്ത് കിട്ടും. സോ ആ വാല്യൂ 10.5 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ആൻഡ് പോയിന്റ് ഇയിലോട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പോയിന്റ് ഇയിലെ വാല്യൂ എം ഈക്വൽ ടു 11.25 എന്ന് കിട്ടും. അതുപോലെ പോയിന്റ് ബിയിലെ 0 ആണ്. സോ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഡയഗ്രാം വരയ്ക്കാം. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, എവിടേക്കാണോ യു ഡി എൽ വരുന്നത് അവിടെ ഇത് പാരബോളിക് ആയിരിക്കും. ബട്ട് ലോഡ് ഇല്ലാത്ത പോർഷനിൽ ഇത് ലീനിയർ ആയിരിക്കും. സോ ഈ പോർഷൻ ലീനിയർ ആയിരിക്കും, ബാക്കിയുള്ള പോർഷൻ എല്ലാം പാരബോളിക്കും ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുന്നു. ഫൈൻഡ് ദി മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് സേഫ്ലി ടു എ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 30 cm diameter. The permissible angle of twist 1.5 degree in length of a 8 meter length, and shear stress is not to exceed 40 Newton per mm square. Take C is 8 × 10⁴ Newton per mm square. So simple equation substitution മാത്രമേ ഉള്ളൂ. Equation is T/J is equal to C θ/L എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉണ്ട്. ഡേറ്റാസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. Diameter of the shaft എന്ന് പറയുന്നത് it is 30 cm or 300 mm, and angle of twist is 1.5 degree. Have to convert it into radian. 1.5 × pi/180. Length of the shaft is 8 meters, 8000 mm, and shear stress is not to exceed 40 Newton per mm square, and C is 8 × 10⁴ Newton per mm square. J is the polar moment of inertia of the section, which is πd⁴/32. Substituting the value, we get the polar moment of inertia. Substituting here, we get the value of T as 20818.69 Newton millimeters. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടി എന്ന് പറയുന്നത് മാക്സിമം ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജെ എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, πd⁴/32, ആൻഡ് സി ഈസ് ദി റിജിഡിറ്റി മോഡുലസ്, ദാറ്റ് ഇസ് 8 × 10⁴ Newton per mm square into the theta in radian π/180, and L is the length of the specimen in millimeters. So we get the torque as 20818.69. That is the value of the torque based upon the twist consideration. So we need to find the value of the torque again by the shear stress consideration. That is T/J is equal to Q/R.
ഇതാ എക്സ്പ്രഷൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടി ബൈ ജെ ഈക്വൽ ടു ക്യൂ ബൈ ആർ എന്ന് തന്നെ എഴുതാവുന്നതാണ്. അതിൽ നിന്നും ടി കണ്ടുപിടിക്കാം. ദ ടോർക്കിന്റെ വാല്യൂ ആ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്നത് 21,212,057.5 ന്യൂട്ടൺ എം എന്ന് കിട്ടും. ഔട്ട് ഓഫ് ദിസ് ടു വാല്യൂ ദി മിനിമം വാല്യൂ is taken as the maximum torque of the shaft. Second part of the question is the vessel of 530 mm external diameter and 10 mm thick, length being 1800 mm. Find the change in external diameter and length when the internal pressure of 10.5 Newton per mm square. Take E is equal to 2.1 into 10 raised to 5 Newton per mm square and Poisson's ratio is 0.3. So ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന വെസലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ദി വെസൽ ആയിരിക്കും. സോ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 530 മൈനസ് 2 ഇൻറ്റു തിക്നെസ് 510 mm ആയിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും കണ്ടുപിടിക്കുന്നു. സർക്കംഫറൻഷ്യൽ സ്ട്രെസ് സിഗ്മ 1 ഈക്വൽ ടു പി ഡി ബൈ 2t. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 267.75 ന്യൂട്ടൺ പെർ എം സ്ക്വയർ കിട്ടുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് പി ഡി ബൈ 40 ആണ്, അല്ലെങ്കിൽ സിഗ്മ 1ന്റെ പകുതിയാണ്. ദാറ്റ് വാല്യൂ ഈസ് 133.875 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർക്കംഫറൻഷ്യൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമാണ്. സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് വി ഹാവ് എക്സ്പ്രഷൻ 1/e ഇൻറ്റു സിഗ്മ 1 മൈനസ് സിഗ്മ 2/m എന്നായിരിക്കും. സിഗ്മ 1ന്റെ വാല്യൂ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിന്റെ കൊടുക്കുക, രണ്ടാമത്തെ വാല്യൂ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന്റെ കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇതിൽ നിന്നും 0.00108 എന്ന് കിട്ടും. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ കണ്ടുപിടിച്ച സ്ട്രെയിൻ വാല്യൂ, സ്ട്രെയിൻ ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ ഇൻറ്റു ഒറിജിനൽ ഡയമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഡയമീറ്ററിലെ ചേഞ്ച് കിട്ടും. ദാറ്റ് ഈസ് 0.5745 mm. ആൻഡ് സിമിലർലി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 1/e ഇൻറ്റു സിഗ്മ 2 മൈനസ് സിഗ്മ 1/m എന്നാണ്. സോ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് കിട്ടും 0.000255. ആൻഡ് ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഈ വാല്യൂ ഓഫ് സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് ആയിരിക്കും നമ്മുടെ ദ ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ഒരു ക്വസ്റ്റിനോട് കൺസിഡർ ചെയ്യുന്നു. എ സ്റ്റീൽ ഷാഫ്റ്റ് 95 mm in diameter is required to transmit 220 kilowatt at 225 rpm and maximum twisting moment is 40% greater than the mean twisting moment. Find the maximum allowable shear stress in the shaft material. This is the first question. Let us list ചെയ്യുന്നു. Diameter 95 mm എന്ന് തന്നിട്ടുണ്ട്. It is required to transmit a power of 220 kilowatt. So 220 kilowatt is the power and it is rotating at 225 rpm and torque, the twisting moment is 40% greater than the average torque. ഇത്രയാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് പവർ ട്രാൻസ്മിറ്റഡിന്റെ എക്സ്പ്രഷൻ P is equal to 2pi nt by 60 ആണ്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് പവർ ട്രാൻസ്മിറ്റഡ് അറിയാം 220 ആണെന്ന്. കിലോവാട്ടിലാണ് എഴുതിയേക്കുന്നത്, കിലോവാട്ടിൽ തന്നെ എഴുതുന്നു. ഈക്വൽ ടു 2pi n എന്ന് പറയുന്നത് 225 ഇൻറ്റു ആവറേജ് ടോർക്ക് ഡിവൈഡഡ് ബൈ 60. കിലോവാട്ടിലായതുകൊണ്ട് ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 1000 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഈ 220 കിലോവാട്ടിനെ ഇൻ വാട്ട് ആക്കിയാൽ മതി. 220 ഇൻറ്റു 1000 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2pi nt by 60 എന്ന് മാത്രം എഴുതിയാൽ മതി. സോ അവിടെ നിന്ന് നമ്മുടെ ആവറേജ് ടോർക്ക് എന്ന് പറയുന്നത് 9337.09 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. മില്ലിമീറ്ററിൽ നമുക്ക് 9337.090 എന്ന് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 40% ഗ്രേറ്റർ ദാൻ ദി മീൻ ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നുണ്ട്. സോ മാക്സിമം ടോർക്ക് ഈസ് 1.40 ഓഫ് ആവറേജ് ടോർക്ക്, ഫ്രം വിച്ച് വി ഗെറ്റ് ദി മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്. ഇനി നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ടോർക്കും ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ എഴുതുന്നു. T/J is equal to Q/R. ആ എക്സ്പ്രഷനിൽ നിന്നും നമ്മൾ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നു. ആ വാല്യൂ എന്ന് പറയുന്നത് അത് പാരാമീറ്റേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ J is equal to pi d raised to 4/32 ആയിരിക്കും. ആൻഡ് R ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ d/2 എഴുതുന്നു. ഷിയർ സ്ട്രെസ് is equal to 77.65 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. Next question. A beam AB 10 meter long has support at its end A and B. It carries a point load of 5 kilonewton at 3 meter from the A and point load of 5 kilonewton at 7 meter from the A, and also a uniformly distributed load of 1 kilonewton per meter between the point loads. Draw the shear force diagram and bending moment diagram of the beam. സോ ഡയഗ്രാം വരയ്ക്കുന്നു. ഡയഗ്രാം വരയ്ക്കാനായിട്ട് എ ബി എന്ന് പറയുന്ന ഒരു സിംപ്ലി സപ്പോർട്ടുള്ള ബീമാണ്. അതിന്റെ സ്പാൻ 10 മീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇറ്റ് ക്യാരീസ് എ പോയിന്റ് ലോഡ് ഓഫ് 5 kilonewton അറ്റ് 3 meter ഫ്രം ദി എ. 3 meter ഫ്രം ദി എയിൽ ഒരു 5 kilonewton ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 5 kilonewton അറ്റ് 7 meter ഫ്രം എ.
എയിൽ നിന്ന് 7 മീറ്റർ മാറി 5 കിലോ ന്യൂട്ടണും ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഹാവിംഗ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 1 കിലോ ന്യൂട്ടൺ ബിറ്റ്വീൻ ദി പോയിന്റ്സ് സി ആൻഡ് ഡി. അങ്ങനെയാണ് നമ്മുടെ ഡയഗ്രാം ഇരിക്കുന്നത്. ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ്. ആർ എയും ആർ ബിയും. ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 5 പ്ലസ് 1 into 4. So total 14 kilonewton എന്ന് കിട്ടും. And second is taking moment about A. RB into 10 equal to 5 into 3 plus 5 into 7 plus this 1 kilonewton into 4 meter, which is acting at the center of CD, and that value is 4 into 5. Okay. 4 into 5 total 10 RB is equal to 70 kilonewton കിട്ടും. RB അതിൽ നിന്ന് കിട്ടും. RBയുടെ വാല്യൂ എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ RA equal to 7 kilonewton എന്ന് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് വേരിയസ് പോയിന്റ് കണ്ടുപിടിക്കുക എന്നാണ്. സോ എ എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് അവിടുത്തെ റിയാക്ഷൻ തന്നെ ആയിരിക്കും. ദാറ്റ് വാല്യൂ ഈസ് പ്ലസ് 7 kilonewton. പോയിന്റ് സിയുടെ ലെഫ്റ്റ് എൻഡ് വരെ നമുക്ക് ആ വാല്യൂ തന്നെ ആയിരിക്കും. സോ സിയിൽ ഒരു 0.5 kilonewton ആക്ട് ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ സി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ഈ 7 മൈനസ് 5 എടുക്കണം പ്ലസ് 2. ഇതാണ് ഇവിടുത്തെ വേരിയേഷനോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ വാല്യൂ 7 ആണ്. സിയുടെ ലെഫ്റ്റ് എൻഡ് വരെ ആ വാല്യൂ തന്നെ ആയിരിക്കും. ബട്ട് സിയിൽ ഒരു 5 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചേഞ്ച് വരും. ഈ 7ൽ നിന്നും 2 കിലോമീറ്റർ ആയിട്ട് ചേഞ്ച് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പോയിന്റ് ഡി എടുക്കുന്നു. ഡി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത്? ഇവിടെ വരെ പ്ലസ് 2 ആണ്. ആ പ്ലസ് 2 മൈനസ് 1 into 4 ആക്ട് ചെയ്യുന്നുണ്ട്. സോ പ്ലസ് 2 മൈനസ് 1 into 4 മൈനസ് 2 ആയിരിക്കും ഇവിടുത്തെ വാല്യൂ. സോ ഇവിടെ നിന്നും നമ്മളൊരു ഇവിടെ യു ഡി എൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻക്ലൈൻ ലൈൻ ഇവിടെ വരെ വരയ്ക്കുന്നു. നെക്സ്റ്റ് ആ പോയിന്റിൽ വീണ്ടും അഗെയിൻ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് 5 കിലോന്യൂട്ടൺ. സോ അഗെയിൻ ആ വാല്യൂ -2 -5 എന്ന് പറഞ്ഞ വാല്യൂ വരും. അതായത് -7. അതിനുശേഷം ഈ പോയിന്റിൽ വരുമ്പോൾ ഈ ലോഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് പോണത്. ആ വാല്യൂ ഒരു റെക്ടാംഗിൾ ആയിട്ട് തന്നെ വരയ്ക്കുക. സോ ഇതായിരിക്കും നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈവൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പോയിന്റ്സിലെ മൊമെന്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഇത് ജോയിൻ ചെയ്യുന്നു. എയിലും ബിയിലും ബെൻഡിങ് മൊമെന്റ് 0 ആണ്. പോയിന്റ് സിയിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 6 into 3 meters മാത്രമായിരിക്കും. സോ 7 into 3 21 kilonewton meter. ആൻഡ് പോയിന്റ് ഡിയിലെ മൊമെന്റ് എന്ന് പറയുന്നത് ആർ ബി ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ആർ ബി ഇൻറ്റു 3 അഗെയിൻ 21 ആയിരിക്കും. സോ ഈ രണ്ട് പോർഷനിൽ ലീനിയർ ആയിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അവിടെ. സോ ഈ റിയാക്ഷൻ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആയിരിക്കും, അത് ലീനിയർ വേരിയേഷൻ ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് പാരബോളിക്കും ആയിരിക്കും.